വന്നപ്പോൾ ദിലീപിൻ്റെ കയ്യിൽ കോടികളുണ്ട്. ആ കോടികൾ കൊടുത്തുകൊണ്ട് ദിലീപിന് അനുകൂലമായി വിധി ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. കുറേ നടീനടന്മാർ അതുപോലെ തന്നെ കൂറുമാറി, കുറേ ആൾക്കാർ കൂറ് മാറിയില്ല. അവരതേ സ്റ്റാൻഡിൽ അവർ ഉറച്ചു നിന്നു. എന്നിട്ടും കാശ് ചിലവാക്കി, കാശ് വാരി എറിഞ്ഞ് കോടികൾ കൊടുത്തുകൊണ്ട് അനുകൂലമായി വിധി സമ്പാദിച്ചു എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ പറയുന്നവരോട് ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇരയാക്കപ്പെട്ട നമ്മുടെ ഒരാളുണ്ടല്ലോ, ആ അതിജീവിതയിൽ പൈസ ഇല്ലേ? ഉണ്ടല്ലോ. അതുപോലെ തന്നെ സിനിമാ ലോകം മൊത്തം അതിജീവിയുടെ പിന്നിലുണ്ടായിരുന്നു. എന്താ അവരുടെ കയ്യിൽ കാശില്ലേ? ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഒരു ഗവൺമെൻറ്റാണ്, ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി അടക്കം ഒരു ഗവൺമെൻറ് അതിജീവിതയുടെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്നു. അവർക്കെന്താ കാശില്ലേ? അപ്പോൾ ഇത്രയും പ്രോസിക്യൂഷന് വേണ്ടിയിട്ട് ഇത്രയും പോലീസുകാർ വർക്ക് ചെയ്തു, ഇത്രയും തെളിവുകളുണ്ടാക്കി, കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഓരോ വഴികളിലും അവർ കണ്ടെത്താവുന്ന സകല രേഖകളും കണ്ടെത്തി. എന്നിട്ട് 5-8 കൊല്ലം കേസ് നടത്തി. പ്രോസിക്യൂഷനും കാശില്ലേ? അപ്പോൾ ഇതിൻ്റെയൊക്കെ മേലെയാണോ ദിലീപിൻ്റെ പൈസ? ഇതിൻ്റെയൊക്കെ മേലെയാണ് ദിലീപിൻ്റെ പിടിപാടുന്നെങ്കിൽ ഇത് അങ്ങനെ പിടിപാടുണ്ടാവാനായിട്ടുള്ള ഒരു കഴിവോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പർക്ക് അമേരിക്കൻ പ്രസിഡൻ്റായി പോകല്ല നല്ലത്. ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിലീപ് അങ്ങോട്ട് വരുന്ന കണ്ടപ്പോൾ ജഡ്ജി എണീറ്റ് നിന്നു. എന്ത് മണ്ടത്തര പറയണത്, എന്ത് വൃത്തികേടാ പറയണത്. കള്ളുടിച്ചവനെ എപ്പോഴും കണ്ടുവിടാന്ന് പറഞ്ഞ പോലെ അതേപോലെയുള്ളൊരു സംസാരമല്ല അതൊക്കെ നടക്കുന്നത്. ഒരു ജഡ്ജി ശരിക്ക് കൃത്യം 11 മണിക്ക് ആ ചേംബറിൽ ഹാജരാവുക. അപ്പോൾ എല്ലാവരും അവിടെ ഹാജരായിട്ടുണ്ടാവും. ജഡ്ജിനെ കണ്ടു കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരാണ് എഴുന്നേറ്റ് നിൽക്കുക. ഈ കേസ് വിധിയിൽ അന്ന് ദിലീപ് പോലും അവിടെ 10:45 എത്തി. എന്നിട്ട് ജഡ്ജി വരുമ്പോൾ ഇവരൊക്കെയാണ് എണീറ്റ് നിന്നത്. ജഡ്ജി ആകുമ്പോൾ ജഡ്ജിന് ആ കോടതിയുടെ കംപ്ലീറ്റ് പരമാധികാരം ജഡ്ജിക്കിന്. അവിടെ ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയല്ല, ഇനിയിപ്പോൾ പ്രധാനമന്ത്രിയല്ല, ആര് വന്നാലും ജഡ്ജി ആയിട്ട് നിൽക്കേണ്ട പ്രശ്നമില്ല, ജഡ്ജി ആയിട്ട് നിൽക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു പച്ചക്കള്ളം ഓരോരുത്തരടിച്ച് വിടുക. എന്ത് മോശമാണെന്നൊക്കെ ഇതൊക്കെ. എന്നല്ലെങ്കിലും അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു വ്യക്തിനെ നമ്മൾ കണ്ടു. അതൊക്കെ പോയിട്ട് വേറെ വല്ല പണിക്ക് പോയിക്കൂടെ നമ്മൾ ചോദിക്കുന്നത്. ഇങ്ങനെയുള്ള നുണകൾ